AC ഉണ്ടോന്ന് പറഞ്ഞ ജാക്കറ്റൊക്കെ ഇട്ടുണ്ടോ എന്നിട്ട് AC ഇട്ടിട്ടുള്ള അമ്മടി ചുക്കുടുമണി ചുക്കുടുമണിയുടെ ഞാൻ കളിക്ക് കാണാൻ വേണ്ടി ഫോർമാളിൽ വന്നേക്കണേണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം 3D കാണാൻ പോവുകയാണ്. ഞങ്ങളപ്പോ ഷിഫ്റ്റ് ആയിട്ടാ വന്നത്. ഞാനും അച്ചുകൂടി കണ്ടിട്ട് പിന്നെ അമ്മയപ്പം ഒരു ക്യാമറ മൂവ്മെന്റ്സ് അല്ലേ അങ്ങോട്ട്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നത് PVR ഇവിടെ തുടങ്ങിയിട്ട് കേറാൻ പോണേ കേൾക്കും 3D കന്നഡ എവിടെ പണ്ടത്തെ പോലത്തെ അല്ല സെറ്റപ്പ്. ആരുമില്ലല്ലോ അതെ ഇവിടെ പാടി ഓരോ നമ്മുടെ സെറ്റ് നമ്മുടെ 3D കന്നഡ വീട്ടിൽ കൊണ്ടുപോകാലോ. ഇല്ല അവിടെ വയ്ക്കണം ഇല്ല അവിടെ വയ്ക്കണം. കൊള്ളാം. എനിക്കത് വീട്ടിൽ കൊണ്ടുപോകണം. ചേച്ചി കൊള്ളാൻ പോയി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഭയങ്കര സൈലന്റ്. പെട്ടെന്ന് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ മാത്രമേ AC ഉണ്ടോന്ന് പറഞ്ഞ ജാക്കറ്റൊക്കെ ഇട്ടുണ്ടോ എന്നിട്ട് AC ഇട്ടിട്ടുള്ള കുറച്ചേരം കഴിയുമ്പോൾ ഞാൻ ഇവിടെ This auditorium is equipped. ലൈറ്റ് ഓഫ് ആയി. 2 hours later. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കണ്ടിരിക്കാം. പക്ഷെ അമ്മക്ക് കൊള്ളാം, നല്ല മേക്കിംഗ് ഞാനിപ്പോ അതിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മക്ക് ഇഷ്ടപ്പെടുമെന്ന് ഡൗട്ട് ഉണ്ട്. അപ്പൊ അവര് വരുമ്പോ കാണും. ഇതിന്റെ മെക്കാനിക്സ് അറിയാൻ പാടില്ല. ഡ്രിങ്കിങ് വാട്ടർ എന്തോ കപ്പ് വാങ്ങണോ എന്തോ സാധനം. നീ എന്താണ് അതിന് മെക്കാനിക്സ് കിട്ടും. എന്തൊക്കെ സംഭവങ്ങളുള്ള കണ്ടോടത്തോണ് ആ സിനിമയിൽ കണ്ടതുപോലെ ഇനി പല സംഭവങ്ങളും തുടങ്ങിയെന്ന് തോന്നുന്നു. നമ്മള് വെള്ളമൊക്കെ കുടിച്ച് പോണേ. ഇല്ല തുടങ്ങിയിട്ടില്ല. തുടങ്ങി ഇല്ല, സൗണ്ടേ ഒക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് പടം കൊള്ളാം. പക്ഷെ എനിക്ക് ലാസ്റ്റ് ക്ലൈമാക്സ് ആയില്ല, ഇനി സെക്കൻഡ് പാർട്ട് ലാസ്റ്റത്തെ ഒരു ഇതിൽ കൊണ്ട് നിർത്തിയ ഒരു 2 പാർട്ട് 2 ഇറക്കുമല്ലോ. പക്ഷെ എനിക്കത് അറിയാനായിട്ട് എന്തോ ഒരു സമാധാനമില്ല, മനസ്സമാധാനം ഇല്ല. അപ്പൊ ഏതായാലും അമ്മേനോട് അപ്പനോട് പറയണ്ട. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. 4:40 ഷോ. രണ്ടും കൂടെ വന്നോക്കെ എത്ര മണിയാ നോക്കി. ഫസ്റ്റ് തൊട്ട് കാണേണ്ട സിനിമ 54. ആ നന്നായി. ഇതിന്റെ കൊറിയല്ലേ ഞാൻ ആരുടെ പടമാണ് എനിക്ക് ഈ പടത്തിന്റെ പടം പ്രഭാസിന്റെ പടം സൂപ്പർ പടം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. അത്ര നേരം അവിടെ ഇരിക്കണോ? 3D ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇറങ്ങിപ്പോരും കേട്ടോ. ഇയാളെ എപ്പോ പടത്തിനോട് ഇറങ്ങിപ്പോരും. ആദ്യമായിട്ട് അവിടെ അതേ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ആരുമില്ലേ, കാണാനാരുമില്ലേ? അവിടെ തിരക്കധികം. അപ്പൊ ഗൈസ് ഇനിയുള്ള വീഡിയോ ഇവരായിരിക്കും എടുക്കാൻ പോണത്. ഇവരുടെ കയ്യിലോട്ട് ഫോൺ കൊടുക്കണേ. വ്ളോഗർ സിന്ധു ആൻഡ് കുഞ്ച്. ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. വൈകി ആദ്യം തൊട്ട് കാണണം സിനിമ. ആദ്യം തൊട്ട് കാണണം. എത്ര അയ്യോ വേണോ? അങ്ങോട്ട് തിരിക്കും. ഇങ്ങനെ ഇവിടെ നിന്ന് കിട്ടണം. ഇങ്ങനെ എടുക്ക്. ഇങ്ങനെ വാ. അപ്പൊ പടം കണ്ടിട്ട് ഞാൻ പറയാം. ഒരു റിയാക്ഷൻ ഇല്ലാത്ത മനുഷ്യരെ കൂടെ ഞാൻ വന്നേക്കണത്. അയ്യോ കൊറേ യുദ്ധ
കാണാത്ത സാധനങ്ങളൊക്കെ. എനിക്ക് കോമഡി പടം ഇഷ്ടം, പിന്നെ കണ്ടിരിക്കാം. ടൈമാണ്. അപ്പൊ ഞങ്ങൾ പുറത്തോട്ട് ഇരിക്കുന്നത്. ഇവിടെ പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ നോക്കി എനിക്കൊന്നും മേടിച്ചിരുന്നു. ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ്. പിള്ളേരുണ്ടായിരുന്നു ഇങ്ങനെ പോയി വാങ്ങിച്ചാൽ. ഇവിടെ ഇപ്പോൾ ഒരു കോമഡി നടന്നു. ഞങ്ങളേ ഈ സംഭവം എന്താണ് കാട്ടിയ പോലെ ഇരിക്കണം. അപ്പം ഞങ്ങളിത് കഴിക്കാമെന്ന് ചോദിച്ചു. ഒരെണ്ണം ഇത്തിരി സാമ്പിൾ കഴിക്കാൻ തരുമെന്ന് ചോദിച്ചു. അപ്പം അയാൾ ഈ ബോർഡ് കാണിച്ചിട്ടേ ഇതിവിടെ കാണിക്കുന്നുണ്ട് ഇത് സംഭവം. ഇതാണ് സംഭവം. എന്നിട്ട് അത് കാണിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ പുറകിലൊക്കെ പോയി നോക്കിയപ്പോൾ ഇതാണ് സംഭവം. അപ്പം ഞങ്ങൾ അതൊരെണ്ണം പറഞ്ഞു. പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർക്ക് അറിയാം എന്തൊക്കെയാണ്. ഇവിടെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. മിക്സർ പോലെയൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. പൊരി ഐറ്റംസൊക്കെ. ഇതിവിടെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് വേറെ കഴിച്ചു. ഇയാളാണ് മെച്ചി, ഇയാളാണ് അവിടെ പടം തുടങ്ങി. അപ്പോൾ ഞാൻ പടം കാണാൻ പോയി. അങ്ങനെ കലക്കി കലങ്ങിയിരിക്കുകയാണ്. കലക്കിയായാലും കലക്കി പടം കൊള്ളാം. ഈ കുറെ നമ്മള് സാധാരണ സിനിമ കാണുമ്പോൾ ഇടിയൊക്കെ ആയിരിക്കില്ലേ, ഇത് യന്ത്രങ്ങൾ തമ്മിലുള്ള ഇടിയാണ്. അടിപൊളിയാണ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. പറയാനുമില്ല ചിരിക്കാനുമില്ല. ഏറ്റവും കഷ്ടം നമ്മളിങ്ങനെ ബലം പിടിച്ചിട്ടാണ്. ഭയങ്കര ആക്സിഡന്റാണ്. ഇപ്പൊ ഗൈസ് എല്ലാരും വീട്ടിലെത്തി നോക്കിക്കണേ. എങ്ങനെയുണ്ടോ ഈ പറയൂ? കലക്കി അത്രേ ഉള്ളൂ. ഈ വൈകി സാധാരണ പടത്തിലൊക്കെ ഇടിയാണല്ലോ, ഇത് യന്ത്രങ്ങൾ തമ്മിലാണ് ഇടി. ഇത് പിന്നെ എത്രാമത്തെ കാലഘട്ടത്തിലാണ് കാണാത്ത സാധനങ്ങള്. അമ്മ ചുക്കുടുമണി ചുക്കുടുമണിയുടെ എന്താണ് ബഹുമാനം. അപ്പൊ guys, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Bye.